നമ്മളെപ്പോഴും നന്ദിയുള്ളവരാകണം എന്നുള്ളത്. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് ആരോഗ്യമാണ് ഒന്നാമത്തത്. ഈ ആരോഗ്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് നോക്കൂ, അതിന്റെ അർത്ഥം യഥാർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട രൂപത്തിൽ നാം അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ആരോഗ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികതയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, ഈ ലോകത്തുള്ള പല സുഖ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്തിനാണ്? അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അറിഞ്ഞുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അഥവാ അള്ളാഹുവിനെ വേണ്ടി ഇബാദത്തെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലേ? മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഈ ലോകത്ത് പടച്ചിട്ടില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടിയിട്ട്, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും, ഓരോ സെക്കൻഡുകളും, ഓരോ മിനിറ്റുകളും, ഓരോ ദിവസങ്ങളും ആ ഇബാദത്തിലായിട്ട് കഴിയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കണം. നമ്മുടെ ആരോഗ്യത്തെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ റഹ്മത്തായിട്ട് നമുക്ക് നൽകിയ, വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് നൽകിയ ഈ ആരോഗ്യത്തെ നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ, അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തിലായിട്ട്, മഹബ്ബത്തിലായിട്ട് ഉപയോഗപ്പെടുത്തി എന്ന് പറയാൻ കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. നോക്കൂ, ഈ ആരോഗ്യത്തെ പലപ്പോഴും നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു നടക്കും, അല്ലെ? ഈ ഒരു ആം, യുവത്വത്തിന്റെ കാലഘട്ടം, ഈ യുവത്വം നമ്മിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അമാലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാം. നല്ലതുപോലെ നിസ്കരിക്കാൻ കഴിയുക, അല്ലെ? ഒരു മനുഷ്യന്റെ ശാരീരിക ആരോഗ്യത്തിനനുസരിച്ചിട്ടായിരിക്കും അവന്റെ മാനസികാരോഗ്യം ഉണ്ടാവുക. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വളരെയേറെ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം കുറയാൻ വളരെയേറെ സാധ്യതയുണ്ട്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടാണുള്ളത്. മനസ്സിന്റെ ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും തകരും. ശാരീരികമായിട്ടുള്ള ആരോഗ്യം തകർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവും തകരും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ ആരോഗ്യം എന്നുള്ളത് അത് മനസ്സിന്റെ ആരോഗ്യമാണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമാണെങ്കിലും അതൊക്കെ നല്ല രൂപത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞതനുസരിച്ച് ആ ഒരു നല്ല വഴിയിലൂടെ ത്വാഅത്തിലായിട്ട് അള്ളാഹുവിനെയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വഴിപ്പെട്ടുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതിനുള്ള തൗഫീഖ് വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഏത് അമലാണെങ്കിലും അത് അറിഞ്ഞ ഉടനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പോ നമുക്കറിയാം, ഒരു മനുഷ്യന് നല്ലതുപോലെ ഉംറ ചെയ്യണമെങ്കിൽ
നല്ലതുപോലെ ഹജ്ജ് ചെയ്യണമെങ്കിൽ അവന് നല്ല ആരോഗ്യം വേണം. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഹജ്ജിനും ഉംറക്കും ഒക്കെ പോകുന്നത് കുറച്ചൊക്കെ പ്രായമായതിനു ശേഷമാണ്, അല്ലേ? ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുറച്ച് മുമ്പൊക്കെ വരെ ഒരു 60 വയസ്സ് കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഒരു 65 വയസ്സ് കഴിഞ്ഞാല്, എന്നാല് അങ്ങനെയാണ് ഉംറക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ ഹജ്ജിന് പോവുള്ളൂ. കാരണം അത് പ്രായമായവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന ധാരണ നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ധാരണയിൽ നിന്ന് മാറി നാം ആരോഗ്യമുള്ള സമയത്താണ് അത്തരം ഇബാദത്തുകളൊക്കെ കൂടുതലായിട്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് ആ ഇബാദത്തിനെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ ഹജ്ജ് ചെയ്യുന്ന സമയത്ത്, ഉംറ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്, അല്ലേ? നോക്കൂ, കഅബയെ തവാഫ് ചെയ്യണം. 7 വട്ടം ചുറ്റിയെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അത് തവാഫ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ സഅയ് ചെയ്യുമ്പോൾ സഫാ മർവക്കിടയിൽ നടക്കണം. ഈ രൂപത്തിൽ നമ്മൾ ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് അമാലുകൾ അതിലൂടെ പോകാനുണ്ട്. അപ്പം നല്ല തളർച്ചയും ക്ഷീണവും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നോക്കൂ, നല്ല ആരോഗ്യമുള്ള സമയത്താവണം ഹജ്ജും ഉംറയും ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ ഇബാദത്തുകളും. നമുക്ക് നന്നായിട്ട് നിസ്കരിക്കണമെങ്കിൽ, നിന്ന് തന്നെ നിസ്കരിക്കണമെങ്കിൽ, ആ രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, നല്ലതുപോലെ നോമ്പനുഷ്ഠിക്കണമെങ്കിൽ, അതുപോലെ തന്നെ മറ്റേ ഇബാദത്തുകൾ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം വേണ്ടതുണ്ട്. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് കൂടുതലായിട്ട് അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ ആരോഗ്യത്തെ അനാവശ്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ നമ്മളെല്ലാം റെഡിയാക്കാം, നല്ലതുപോലെ ഇബാദത്തുകൾ ചെയ്യാം, നമുക്ക് കഴിഞ്ഞു പോയ അപരാധങ്ങളും വന്നുപോയ വീഴ്ചകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് സെറ്റാവാം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് സമയത്താണ്, എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹിനെ പിടിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല, അല്ലേ? ഏത് സമയത്ത് വേണമെങ്കിലും നാം ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോവാം. ആർക്കും അതിന് ഒരു ഗ്യാരണ്ടിയും തരാൻ കഴിയില്ല. ഒരു മനുഷ്യനും ഒരു ഗ്യാരണ്ടിയും തരാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംസാരത്തെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. ഇത് കേട്ട് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ ഉറപ്പിക്കാൻ കഴിയില്ല. അതൊക്കെ റബ്ബിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഒരു സെക്കൻഡ് അപ്പുറത്തേക്ക് നമുക്ക് മാറാൻ കഴിയുമോ അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ആരോഗ്യമുള്ള, ആഫിയത്തുള്ള മാറാവട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ, പറഞ്ഞു വന്നത് എന്തായിരുന്നു? ആരോഗ്യത്തെ കുറിച്ചായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ വലിയ അനുഗ്രഹത്തെ കുറിച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്ന് ആരോഗ്യം. ആ ആരോഗ്യത്തെ വേണ്ട വിധം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആരോഗ്യമുള്ള സമയത്ത് നല്ലതുപോലെ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഹജ്ജും ഉംറയും ഒക്കെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒരുപാട് സുന്നത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നെല്ലാം എല്ലാ കാര്യങ്ങളും ഇപ്പൊ നോക്ക് നിങ്ങള്, പ്രായമായിട്ടുള്ള ആളുകൾ എപ്പോഴും ഉണ്ടാവും പള്ളിയിൽ, അല്ലേ? ചിലപ്പോൾ അവര് രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചക്കാണ് പോവുള്ളൂ, ഉച്ചക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരമാണ് പോവുള്ളൂ. അവർക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് വേണം, വേണ്ട എന്നല്ല. പക്ഷേ ആരോഗ്യമുള്ള സമയത്താണ് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. പക്ഷെ നമുക്കിപ്പം അതിന് സമയമില്ല, അല്ലേ? തിരക്കുകളാണ്, പല ജോലികളിലും പല ബിസിനസ്സുകളിലും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ആരോഗ്യമുള്ള സമയത്ത് മുഴുവനും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ നിസ്കരിച്ച് ഇബാദത്തിലായിട്ടിരിക്കാൻ പറയുന്നില്ല, അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ കൂടുതൽ സമയവും ഒരുപാട് ഇബാദത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യത്തെ ചിലവഴിക്കാൻ, അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അഥവാ
എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും നിസ്കരിക്കുക കൃത്യമായിട്ട്. തഹജ്ജുദ് അടക്കം, ദുഹ അടക്കം, ഓരോ ഫർള് നിസ്കാരങ്ങളുടെയും മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ അടക്കം എല്ലാ നിസ്കാരങ്ങളും കൃത്യമായിട്ട് നിർവഹിക്കുക, സുന്നത്തുകൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. നമ്മുടെ ആരോഗ്യം കൊണ്ട് മറ്റുള്ളവരെ നമുക്ക് നമ്മുടെ ആരോഗ്യം കൊണ്ട്, നമ്മുടെ ഈ ഒരു ആഫിയത്ത് കൊണ്ട് സഹായിക്കാൻ കഴിയുന്നത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക. ഇപ്പോൾ സാമ്പത്തികമായിട്ട് തന്നെ നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ നമ്മുടെ ശാരീരികമായിട്ട് എന്ത് ചെയ്യാം, മറ്റുള്ളവരെ സഹായിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിയ്യത്ത് നന്നായിരിക്കണം. നാം ഏത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും, ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും, ഏത് അമലുകൾ ചെയ്യുമ്പോഴും ഉള്ളിലുള്ള ഇന്റൻഷൻ, നമ്മുടെ ഉള്ളിലുള്ള നിയ്യത്ത് അത് എന്താണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ആ നിയ്യത്ത് നന്നാക്കിയിട്ട് വേണം എന്ത് കാര്യങ്ങളും ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വെള്ളത്തിൽ എഴുതിയതുപോലെ ആവും. വെള്ളത്തിൽ എഴുതുന്നത് നമ്മളിങ്ങനെ എഴുതുമ്പോൾ അവിടെ ഉണ്ടാകും, പക്ഷെ അത് അപ്പം തന്നെ മാഞ്ഞു പോകും. ഇതുപോലെയാണ് നമ്മൾ ഏത് അമലുകൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള നീയത്ത് എന്താണ്, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണെങ്കിൽ, ഞാൻ നല്ലൊരു നിസ്കാരക്കാരിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ മുമ്പിൽ ഞാൻ 5 വക്ത് നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ ദിക്ർ ചൊല്ലുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നവളാണ്, ഈ രൂപത്തിലുള്ള ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ, ഈ രൂപത്തിൽ നമ്മളെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടോ ആണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം അതുണ്ടാവില്ല. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, റബ്ബേ, ഞാൻ ഇങ്ങനെ ഒരുപാട് അമലുകൾ ചെയ്തിരുന്നല്ലോ, ഞാൻ ഒരുപാട് നിസ്കരിച്ചിരുന്നല്ലോ, ആ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിരുന്നല്ലോ. സ്വലാത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. അതാണ് സ്വലാത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മള് ഇങ്ങനെ ചോദിക്കും റബ്ബിന്റെ അടുത്ത്, അള്ളാഹുവേ, നമ്മളിങ്ങനെ ഒരുപാട് നിസ്കരിച്ചിരുന്നു, ദിക്ർ ചൊല്ലിയിരുന്നു, ഇബാദത്തുകളിലൂടെ പോയിരുന്നു, സ്വതക്ക കൊടുത്തിരുന്നു, ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു, ഇതൊക്കെ എവിടെയാണ്, കാണുന്നില്ലല്ലോ. അപ്പൊ അള്ളാഹു തിരിച്ചു ചോദിക്കും, നീ ആർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്? നീ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്? നീ ആരെ കണ്ടിട്ടാണ് അത് ചെയ്തത്? അവരോട് പോയിട്ട് നീ ചോദിക്കൂ. അവർ അതിൻ്റെ കൂലി നിനക്ക് തരും. അവർ അതിൻ്റെ പ്രതിഫലം നിനക്ക് തരും. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പറഞ്ഞു വിടുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ആ അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും ഒരു പക്ഷേ, ഏയ് ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ നിസ്കരിക്കുന്നത്, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ് നിസ്കരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാൻ എന്ത് തെറ്റാ ചെയ്യുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം രാവിലെ മുതൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള സമയം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഇന്നലത്തെ ഒരു ദിവസം നിങ്ങൾക്ക് തരാണ്. നിങ്ങളൊന്ന് ഇപ്പൊ തന്നെ അറ്റ് ദ മൊമെന്റ്, വേറെ സമയത്തേക്ക് വെക്കണ്ട. അറിയാലോ, നമ്മൾ ക്ലാസ് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ആ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ ആ കേട്ടതുണ്ടാവില്ല. നമ്മുടെ ക്ലാസ്സുകളൊന്നും അങ്ങനെ ആവരുത്. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ എന്തു പറയുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടും ജീവിതത്തിൽ കൊണ്ടുവന്ന് വിജയിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതാരും മറന്നു പോകരുത്, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഒന്നോണം ഞാൻ ഇന്നിപ്പം ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയാണ്. നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യാം, ആ ഇന്നലത്തെ ഒരു ദിവസത്തെ എടുക്കാം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെ എന്തൊക്കെ തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. ജസ്റ്റ് റെഡിയല്ലേ എല്ലാവരും? റെഡിയാണോ? നിങ്ങൾ പറഞ്ഞതും
ചെയ്തതും ചിന്തിച്ചതും അടക്കം ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. ഉം. ഞാനൊരു 2 മിനിറ്റ് തരുന്നുണ്ട്. 7:12 7:14 7:15 ആവുമ്പോക്കും നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് കൗണ്ട് ചെയ്ത് വെക്കണം. എന്തൊക്കെ ഞാൻ ഇന്നലെ ചെയ്തു. ജസ്റ്റ് അല്ലേ, ഇന്നലത്തെയാണ്. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇന്നലത്തെ ആ ദിവസത്തിലൂടെ പോവാ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇന്നലെ ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ആരോടൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത്. ജസ്റ്റ് പ്ലീസ് കേട്ടോ. ആ, അസ്സാം വലൈക്കും. എന്താണ് എല്ലാവരും കൗണ്ട് ചെയ്തോ? ചിലരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് ഇതിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു പക്ഷേ എന്നല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടാകും ഇന്നലെ നിങ്ങൾ ചെയ്ത ആ തെറ്റുകളും കാര്യങ്ങളൊക്കെ, അല്ലേ? ഇന്നലെ നിങ്ങൾ ഒരു 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 അവബോധം, ഒരു അവയർനെസ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. ഇന്നലെ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു, ഇന്നലെ ഞങ്ങളുടെ ജീവിതം ഏതിലൂടെയൊക്കെ പോയി എന്നുള്ളത്. ഓക്കെ. ആരും അത് എവിടെയും പറയൊന്നും വേണ്ട, നിങ്ങളുടെ ഉള്ളിലുണ്ടായിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ കൗണ്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ തെറ്റുകൾ ഇന്നലെ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇതെപ്പോഴാണ് നമുക്ക് ശരിക്കും കാണാൻ കഴിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കി തുടങ്ങുമ്പോഴാണ്. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കി തുടങ്ങുന്ന സമയത്ത് നാം ചെയ്യുന്ന ഓരോ ദിവസവും ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി തുടങ്ങാൻ കഴിയും നമുക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാക്കി തുടങ്ങാനേ പറ്റുള്ളൂ. ഇപ്പൊ ഒരു 20ഓ അല്ലെങ്കിൽ ഒരു 15ഓ 17ഓ അങ്ങനെയൊക്കെ ഒരു കൗണ്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ വാക്കിലൂടെയും. പക്ഷെ നമുക്ക് ഓർമ്മയുള്ളത് ഇത്ര മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഞാൻ പറയലുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കാര്യം. മഹാനവറുകൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മളൊരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ഒരു വാക്ക് നമ്മുടെ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഇത് എൻ്റെ ദീനിന് ഉപകാരപ്പെടുന്നതാണോ? ആ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. പക്ഷേ ഇതൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മൾ ഇതൊന്നും ചെയ്യൂല. കാരണം ഇതൊന്നും ആ സമയത്ത് നമുക്ക് ഓർമ്മ വരില്ല. നമ്മളങ്ങട് അടിച്ച് വിട്ട് സംസാരിക്കും. ഇന്നലെ ഞാനും ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി. എൻ്റെ ജീവിതത്തില് അങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് എത്ര വളർന്നാലും, നമ്മള് എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും, എത്ര നമ്മളെ ജീവിതത്തിൽ തന്നെ നമുക്ക് തോന്നും, ആ ഇപ്പൊ ഞാൻ അത്യാവശ്യം ഒന്നും കുഴപ്പമില്ലാത്ത ഒരാളാണ്. ഞാൻ ഇതുപോലെ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളാണ്. നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്ന ആളാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള തെറ്റുകൾ, പോരായ്മകൾ, മോശത്തരങ്ങൾ ഞാൻ എണ്ണി നോക്കുമ്പോൾ അത് എത്രയോ ഉണ്ട്. അള്ളാഹു നമുക്കൊക്കെ പുറത്ത് തരട്ടെ. അള്ളാഹു നമുക്കൊക്കെ മാപ്പ് തരട്ടെ. ചില ആളുകൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഏയ് ഞാൻ ഇന്നലെ അങ്ങനെ ആരെയും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഓർമ്മയില്ല. തെറ്റുകൾ ഞാൻ ഇന്നലെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ രൂപത്തില് നമുക്ക് ഫൊഗീവ്നെസ്സിലൂടെ പോണം. ഓരോരുത്തർക്കും പുറത്തു കൊടുക്കുകയും പൊറുക്കലിന് ചോദിക്കുകയും വേണം. അത് നമ്മുടെ തന്നെ ശരീരത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ പുറത്തു കൊടുക്കണം. ഈ രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറയും. അപ്പൊ അതിന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ജീവിക്കൽ തുടങ്ങിയാലാണ്, അതായത് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടുപോയി ചുറ്റുമാണ്, നമ്മുടെ ഫോക്കസ് ചുറ്റിലുമാണ് അല്ലെ. അവൻ എന്ത് ചെയ്തു, ഇവൾ എന്ത് ചെയ്തു, മറ്റതിന് എന്ത് സംഭവിച്ചു, ഇവിടെ എന്ത് സംഭവിച്ചു, അവിടെ എന്ത് സംഭവിച്ചു. ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായിട്ടും അവന് ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവന്റെ ചുറ്റുമുള്ള ആളുകളെ പറ്റിയിട്ടാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് എന്ന് മുതൽ അവൻ നോക്കി തുടങ്ങുന്നു, അന്ന് മുതലാണ് അവന്റെ വിജയം ആരംഭിക്കുന്നത്. വിജയിച്ചു തുടങ്ങുന്നത് എന്നാണ്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് പോവാനുണ്ട്, ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. നമ്മൾ എത്രയോ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഓരോരോരോരോ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കി തുടങ്ങാം. അല്ലാതെ പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ പോരായ്മകള്. ഒരു ദിവസം നമ്മുടെ ഉള്ളിലേക്ക് നോക്കി എന്ന് കരുതിയിട്ട് നമ്മുടെ എല്ലാ പോരായ്മകളും നമുക്ക് മനസ്സിലായി കൊള്ളുന്നില്ല. അതിങ്ങനെ നോക്കി 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 മുന്നോട്ട് പോകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തുടങ്ങാൻ പറ്റും. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി അതിനെ തിരുത്തി അതിനെ തിരുത്തി അതിനെ തിരുത്തി ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വരും. അപ്പോ മനുഷ്യന്റെ മനസ്സ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെയേറെ ശ്രദ്ധയോടുകൂടെ നോക്കി മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു സംഗതിയാണ്. ഇന്ന് നമ്മുടെ മനസ്സിനെ പറ്റിയിട്ട്, നമ്മുടെ പ്രവർത്തനത്തെ പറ്റിയിട്ട്, നമ്മുടെ ശരീരത്തെ പറ്റിയിട്ട്, നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് വല്ല ചിന്തയും നമുക്കുണ്ടോ? ഇല്ല. നിങ്ങൾ എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂല. ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല നമ്മള്. അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ വരൂല. അതെ, നിങ്ങൾ ഇവിടെ ഉണ്ടാവൂല. നിങ്ങൾക്ക് ആ രൂപത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും, എനിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തെ പറ്റിയിട്ടും മനസ്സിനെ പറ്റിയിട്ടും ചെയ്തികളെ പറ്റിയിട്ടും നല്ല അവയർനെസ്സോട് കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്നും ഇല്ലായിരിക്കും. നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകളെ പറ്റിയിട്ട് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും അല്ലാ എന്നുള്ള ചിന്തയിൽ ഇബാദത്തുകളിലും ദിക്റുകളിലും ഒക്കെ ആയിട്ട് കഴിയുന്നവരായിരിക്കും. ജീവിതത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങളും ജീവിതത്തിലെ കുടുംബങ്ങളിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതോടുകൂടെ തന്നെ നല്ല ഇബാദത്തിലും നല്ലതുപോലെ ദിക്റിലും നല്ല ഒരു അവയർനെസ്സിലൂടെ ജീവിക്കുന്നവരായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് ഒരു ബോധവും ഇല്ലാതെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തെ പറ്റിയിട്ടും നമ്മുടെ വിവാദത്തുകളെ പറ്റിയിട്ടും നമ്മുടെ തെറ്റുകളെ പറ്റിയിട്ടും നമുക്ക് ഇതുവരെ ഒരു ചിന്തയും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി തുടങ്ങണം. ഞാൻ എന്ത് ചെയ്തു? ഓരോ ദിവസവും കിടന്നുറങ്ങുന്ന സമയത്ത് ചിന്തിക്കണം, ഇരിക്കണം.
ആ ബെഡിലിരുന്നിട്ട് ആലോചിക്കണം, ഇന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്തൊക്കെ തെറ്റുകൾ വന്ന് വന്നിട്ടുണ്ട്, ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, അതിങ്ങനെ ചിന്തിച്ച് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഒരു ദിവസം ഒരു 100 ഇസ്തിഗ്ഫാറെങ്കിലും ചെയ്യാൻ പറ്റിയ അത്ര ഭാഗ്യമല്ലേ. ഇതാരാ നമ്മെ പഠിപ്പിച്ചെന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 70 അതുപോലെ തന്നെ 100 എന്ന അഭിപ്രായങ്ങളുണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നോക്ക് നിങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം 70 അതല്ലെങ്കിൽ 100 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ മാത്രം അവിടുന്ന് എന്ത് ചെയ്തിട്ടാണ്? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവിടുന്ന് ചൊല്ലി. രണ്ട് കാര്യങ്ങളുണ്ട് അതില്. അതിലൊന്നാമത്തത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് അവിടുത്തെ ആ ഒരു ശ്രദ്ധയാണത്. നിങ്ങൾ നോക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഉള്ളിലേക്ക് നോക്കി ജീവിച്ചിരുന്നു എന്ന ഏറ്റവും വലിയ തെളിവാണ് അവിടുന്ന് എല്ലാ ദിവസവും 70 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്ന് ഹദീസുകൾ രേഖപ്പെടുത്തുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം 70 100 വരെ ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി തുടങ്ങുമ്പോൾ നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ഒരു ദിവസം ചൊല്ലേണ്ടി വരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തെറ്റുകൾ ചെയ്തിട്ടില്ല, തെറ്റുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. ആ ഹബീബായ തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നത്. നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ചെല്ലലുണ്ട് ഒരു ദിവസം? എത്ര എണ്ണം ചെല്ലലുണ്ട്? ഒരു 33 മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ചെല്ലലുണ്ട് ഉസ്താദെ, നിസ്കാരത്തിന് ശേഷം ചെല്ലലുണ്ട്. അതുപോലെ ചിലപ്പോൾ അത് അങ്ങനെ പരിചയമുള്ളവരുണ്ടാവും, ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ശീലമാക്കിയവരുണ്ടാകും. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഒരെണ്ണം പോലും, ഒരു ഇസ്തിഗ്ഫാർ പോലും മനസ്സറിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹ, അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, അൽ അലീം, അലീമായ അള്ളാഹുവിനോട് ഞാൻ ചെയ്തു പോയ, എൻ്റെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാവങ്ങളും മനസ്സ് ഒന്ന് അറിഞ്ഞ് അലിഞ്ഞ് കരഞ്ഞ് ആരാ ചെയ്യണത്? നിങ്ങൾ പറ ചെയ്യണുണ്ടെങ്കിൽ. ഞാൻ ചെയ്യുന്നുണ്ടെന്ന് ധൈര്യപൂർവ്വം പറയാനുള്ള ഒരാളുണ്ടോ ഇവിടെ? ഈ രൂപത്തിൽ എല്ലാ ദിവസവും ചെയ്യലുണ്ടെന്ന് പറയാൻ ഒരാളുണ്ടോ? പിന്നെ എവിടെയാണ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ജീവിച്ച് തുടങ്ങിയെന്ന് പറയാൻ പറ്റുക? നമുക്ക് അങ്ങനെ ജീവിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു, നമുക്കൊന്നും അധിക സമയമില്ല അല്ലേ? ഒരുപാട് നാളുകളൊന്നുമില്ല. ഏത് സമയം വേണമെങ്കിലും നമുക്ക് പോവാം, ഇവിടെ നിന്ന് യാത്രയാവാം. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാര്യം. അപ്പോ ഒരു നിമിഷം എങ്കിൽ ആ നിമിഷമെങ്കിലും ഒന്ന് അറിഞ്ഞ് ജീവിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്രക്ക് ഗുണം ചെയ്യില്ലേ? അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണ് നരകത്തിൽ പോവില്ല എന്നാണ്. അങ്ങനെ നമുക്കൊരു സമയമെങ്കിലും കരയണ്ടേ? കരച്ചിൽ വരണ്ടേ? കരച്ചിൽ വരണമെങ്കിൽ ഉള്ളിലേക്ക് നോക്കി തുടങ്ങണം, ഉള്ളിലേക്ക് നോക്കി ജീവിച്ച് തുടങ്ങണം. അപ്പോഴാണ് നമുക്ക് കരച്ചിൽ വരാ. അപ്പോഴാണ് നമുക്ക് നമ്മെ പറ്റിയിട്ട് മനസ്സിലാവുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തെ പറ്റിയിട്ടും നമ്മുടെ ശരീരത്തെ പറ്റിയിട്ടുള്ള ബോധം ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ പറ്റിയിട്ട് പൊറുക്കലിനെ ചോദിക്കുക. അപ്പോഴാണ് നമുക്ക് കരയാൻ പറ്റുക. എന്തുകൊണ്ടാ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും ദുആ ചെല്ലുമ്പോഴും ഒന്നും നമുക്ക് നമ്മുടെ കണ്ണുകൾ ഈറനണിയാത്തത് എന്തുകൊണ്ടാണ്? അത്രയേ ഉള്ളൂ നമ്മുടെ നമ്മെക്കുറിച്ചിട്ടുള്ള ബോധം. അപ്പോ നമുക്ക് നമ്മെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ കരയാനേ നമുക്ക് സമയം ഉണ്ടാവും.
കരയാനേ നമുക്ക് സമയം. നമുക്ക് നമ്മുടെ ഈമാൻ അത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, ഞാനൊരു ഒരു ഒരു ചരിത്രം പറയാം. ചരിത്രം മീൻസ് എനിക്ക് ആ ചരിത്രം മുഴുവനായിട്ട് എനിക്കറിയില്ല, പക്ഷെ എവിടെയോ കേട്ട് നല്ല ഒരു 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 ഓർമ്മയുണ്ട്. ഉം. മഹാനായിട്ടുള്ള ഒരു സ്വഹാബിയാണ്. അവര് ഏതോ ഒരു നിസ്കാരം ഖളാ ആയിപ്പോയി. ഏതോ ഒരു നിസ്കാരം ഖളാ ആയിട്ടേ ഉള്ളൂ കേട്ടോ, നിസ്കരിക്കാതിരുന്നിട്ടില്ല, ഖളാ ആയിപ്പോയി. ആ നിസ്കാരം ഖളാ ആക്കിയതിന്റെ പേരില് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരാതെ ഏതോ ഒരു ഗുഹയിൽ പോയിട്ട് എത്ര നാളുകളാണെന്നറിയോ കരഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് കരഞ്ഞത്? ഒറ്റ നിസ്കാരം ഖളാ ആയതിനു വേണ്ടിയിട്ടാണ് കരഞ്ഞത്. ഒരു നിസ്കാരം ഖളാ ആയി പോയതിന്റെ പേരില് അവിടുന്ന് കരഞ്ഞ് 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 അത് പുറത്തു തരണേ അല്ലാ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ചോദിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എവിടെ പോയി അദ്ദേഹം? അങ്ങനെ ആളുകളൊക്കെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ആളുകളൊക്കെ അന്വേഷിച്ച് നടന്ന് ആരും അന്വേഷിച്ചിട്ട് കാണുന്നില്ല. അങ്ങനെ അവസാനം കണ്ടെത്തിയ സമയത്ത് ഏതോ ഒരു ഗുഹയില് മണ്ണൊക്കെ ഇങ്ങനെ തലയിലൂടെ വാരിയിട്ടിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഇങ്ങനെ ഒരുപാട് നാളുകളായി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ചോദിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു. വരണില്ല. എന്റെ കാരണം എനിക്ക് എന്റെ തങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റില്ല. എനിക്ക് എന്റെ തങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള അർഹതയില്ല. കാരണം ഞാൻ ഒരു നിസ്കാരം കളാ ആക്കിയവനാണ്. ആ കളാ, അതിന്റെ ആ ഒരു പാപം തീരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊറുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളായിട്ട് കരഞ്ഞ് 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 ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കൂ, മണ്ണൊക്കെ തലയിലൂടെ വാരിയിട്ടിട്ട് അത്രത്തോളം എന്താ പറയേണ്ടത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ ഈമാൻ നമ്മുടെ ഈമാൻ എവിടെയുണ്ട്? ഇതാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മളെ പറ്റിയിട്ട് മനസ്സിലായിട്ടില്ല. നമുക്ക് നമ്മളെ ജീവിതം എന്താന്ന് മനസ്സിലായിട്ടില്ല. നമുക്ക് എത്ര ഈമാൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് എത്ര വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഈമാൻ എവിടെ നിൽക്കുന്നു. മഹാന്മാരായ മുൻഗാമികളായ ഔലിയാക്കളുടെയും മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികളുടെയും ഒക്കെ ഈമാൻ എവിടെ നിൽക്കുന്നു, നമ്മുടെ ഈമാൻ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായ ആരോഗ്യത്തെ കുറിച്ചിട്ടാണ്. അത് മാനസികമായിട്ടുള്ള ആരോഗ്യമാണെങ്കിലും ശാരീരികമായിട്ടുള്ള ആരോഗ്യം ആണെങ്കിലും ഈ രണ്ട് ആരോഗ്യങ്ങളെയും ശ്രദ്ധിച്ച് വളരെ കൃത്യമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, ശാരീരികമായിട്ടുള്ള ആരോഗ്യം നൽകിയിട്ടുണ്ട്, മാനസികമായിട്ടുള്ള ആരോഗ്യം നൽകിയിട്ടുണ്ട്. ഇത് രണ്ടേയും മെച്ചപ്പെടുത്തണം. ആരോഗ്യം കളയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മാനസികമായിട്ടുള്ള ആരോഗ്യവും നന്നാക്കണം, ശാരീരികമായിട്ടുള്ള ആരോഗ്യം നന്നാക്കണം. എപ്പോഴും എന്തും തിന്ന് ജീവിക്കാം എന്നല്ല. ആരോഗ്യം എന്ന് പറയുന്നത് നല്ല തടി ഉണ്ടാവലല്ല, മറിച്ച് എന്താണ്, നല്ല ഒരു സ്ട്രെങ്ത് ഉണ്ടാവലാണ്. അത് ശാരീരികമായിട്ട് തന്നെ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കഴിക്കേണ്ട അളവിൽ കഴിക്കണം. ഞാൻ അതുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഒരുപാട് ഭക്ഷണം ഏതെങ്കിലുമൊക്കെ സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ വാരി വലിച്ച് തിന്നുന്ന സ്വഭാവം, അത് നമ്മൾ ഒഴിവാക്കണം. അത് ഹെൽത്തി അല്ല. ഹെൽത്തി ഫുഡ്, അതുപോലെ തന്നെ ടൈമിങ്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് ഭക്ഷണം കൊടുക്കാൻ. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വയറാണ്, അവന്റെ ആമാശയമാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു സംവിധാനം. അതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പറഞ്ഞയക്കേണ്ട ഭക്ഷണങ്ങൾ കൃത്യമായി ആലോചിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി നമുക്ക് പിന്നീട് ആരോഗ്യത്തെ പറ്റിയിട്ടൊക്കെ പിന്നീട് സംസാരിക്കാം. അപ്പൊ ഒന്നതാണ്. രണ്ടാമത്തേത് ഒഴിവ് സമയങ്ങളാണ്. അപ്പൊ ഒരു അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പറഞ്ഞു, അള്ളാഹു തന്നിട്ടുള്ള ആരോഗ്യമാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, അതിന്റെ നല്ല ഒച്ചയുണ്ട്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പ്ലീസ് കമൻ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പോ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒഴിവ് സമയങ്ങളാണ്. ഈ ഒഴിവ് സമയങ്ങൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാല് പലപ്പോഴും നമ്മള് തെറ്റുകളിലേക്ക് പോവാൻ ഉള്ളൊരു ടെൻഡൻസി ഓരോ മനുഷ്യന്മാർക്കുണ്ട്. തെറ്റുകൾ ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് ചിലപ്പോൾ വലിയ പാപങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മൾ വെറുതെ മൊബൈലൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി ചിലപ്പോൾ അതിലൂടെ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കും, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അപ്പം ഒഴിവ് സമയം വരാതെ നമ്മൾ നോക്കണം. നമ്മുടെ ജീവിതം മൊത്തം സ്കെഡ്യൂൾഡ് ആവണം എല്ലാ ദിവസവും. ഒരു സമയത്ത് പോലും വെറുതെ ഇരിക്കാന് നമ്മൾ സമയം കൊടുക്കരുത്. എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് അതിനൊക്കെ ഒരു സമയം വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പോ കുട്ടികളുടെ കൂടെ കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു വായന നമ്മൾ ഒരു ദിവസം വായിക്കാനാണെങ്കിലും ഖുർആൻ ഓതാനാണെങ്കിലും നമ്മുടെ ഫാമിലിയോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. നമ്മൾ കുക്ക് ചെയ്യുക, അല്ലെ, വീട്ടിൽ ജോലി എടുക്കുക, അതുപോലെ തന്നെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യ അവരോട് കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുറച്ച് സമയം ഒരു ദിവസം ഉണ്ടാവുക, മക്കളോടൊപ്പം കളിക്കാൻ അവരെ പഠിപ്പിക്കാൻ കുറച്ച് സമയം ഉണ്ടാവുക. ഈ രൂപത്തിൽ നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിലും എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരു സമയം ഉണ്ടാക്കണം. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തെറ്റുകളിലേക്ക് പോവാതിരിക്കാൻ ഒരു കാരണമാകും. ഒന്നും ചെയ്യാനില്ലാത്ത സമയത്താണ് നമ്മൾ അലസന്മാരാവുക, മടിയന്മാരാവുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നോക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുക. അതേസമയത്ത് ഒരു സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ഒരു പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഓരോ ദിവസവും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് ഇത്ര സമയം വരെ ഇത്ര 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 കാര്യങ്ങൾ ചെയ്യണം, രാവിലെ ഒരു 10 മണി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മണി മുതൽ 12:30 വരെ ഇന്ന 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 കാര്യങ്ങളൊക്കെ ചെയ്യണം എൻ്റെ ജീവിതത്തിൽ, അത് ഞാൻ ചെയ്ത് തീർക്കും. പിന്നെ ളുഹർ നിസ്കാരവും സുന്നത്ത് നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1:30 മുതൽ 3:30 വരെ അല്ലെങ്കിൽ 3:45 വരെ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് എഴുതി വെക്കണം, ശീലമാക്കണം നമ്മള്. ഇന്നിപ്പോ ബുക്കും പേനയൊന്നും വേണമെന്നില്ല, നമ്മളെ ഫോണിൽ തന്നെ നോട്ട് പാഡുകൾ ഉണ്ട്, അല്ലെ? ഇനി നമുക്ക് വാട്സപ്പിൽ തന്നെ നമ്മൾ മാത്രമുള്ള ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മളും ഹസ്ബൻഡും കൂടെയുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കി ഇട്ട് എന്ത് ചെയ്യാം, ദേ ഇന്ന് മുതൽ ഞാനും എൻ്റെ ദിവസത്തെ പ്ലാൻ ചെയ്യണം, നിങ്ങളും പ്ലാൻ ചെയ്യൂ എന്ന് അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്കതിൽ ഇങ്ങനെ എഴുതിയിടാം, അല്ലെ? ഡേറ്റ് ഇട്ടിട്ട് ഓരോ സമയം വെച്ചിട്ട് ഇന്ന ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന കാര്യം, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന കാര്യം, വൈകുന്നേരം 4:30 അസർ നിസ്കാരം കഴിഞ്ഞിട്ട് 6 മണി വരെ ഇത്ര കാര്യങ്ങൾ ചെയ്യാം, മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇന്നത്. ഞാൻ ഇന്ന കാര്യം എന്ന് പറയുന്നില്ല, ചിലപ്പോൾ ഖുർആൻ ഓതലാവാം, സ്വലാത്ത് ചൊല്ലലാവാം, ദിക്ർ ചൊല്ലലാവാം, വായിക്കലാവാം, കുട്ടികളോടൊപ്പം കളിക്കലാവാം, അവരെ പഠിപ്പിക്കലാവാം, നിങ്ങളുടെ വീട്ടു ജോലികൾ ചെയ്യലാവാം, നിങ്ങളുടെ ഫാമിലിയോടൊത്ത് ഒപ്പമുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള സമയമാവാം. ഇങ്ങനെ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾക്കത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒഴിവ് സമയം ഉണ്ടാവില്ല. നമുക്ക് മോശങ്ങൾ കാണാനും മോശത്തരങ്ങൾ കേൾക്കാനും അത് സംസാരിക്കാനും അത് പറയാനും നമുക്ക് സമയം ഉണ്ടാവില്ല. അവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാഹു തന്ന നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്ന് ആരോഗ്യവും, രണ്ട് ഒഴിവ് സമയമാണ്. അപ്പൊ ഈ ഒഴിവ് സമയം എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. ഈ ഒഴിവ് സമയത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവില്ലാതെയാക്കി മാറ്റണം. അതാണ് ആ അനുഗ്രഹത്തെ ഒരു മനുഷ്യൻ അതിൻ്റെതായിട്ടുള്ള രൂപത്തിൽ എടുത്തു എന്ന് പറയുന്നത് ആ ഒഴിവ് സമയത്തെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ്.
അതവൻ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഓരോ ദിവസവും അങ്ങനെ ചെയ്യുക, പ്ലാൻ ഉണ്ടാക്കുക, രാത്രി ഇന്ന സമയത്ത് കിടന്നുറങ്ങുക. അപ്പൊ 10:30, 11 മണി ഒക്കെ ആകുമ്പോഴേക്കും കിടന്നുറങ്ങുക. നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് ഇശാ നിസ്കാരം കഴിഞ്ഞാൽ കൂടുതൽ സമയവും അനാവശ്യമായിട്ട് ചിലവഴിക്കാതെ, എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇശാ കഴിഞ്ഞിട്ട് നിങ്ങൾ സമയം ചിലവാക്കണുണ്ടെങ്കിൽ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലവാക്കാം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കാം. നമുക്ക് ഓതാൻ വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാം, വായിക്കാൻ വേണ്ടി സമയം ചിലവഴിക്കാം. അതല്ലാതെ ഇങ്ങനെ കറങ്ങാൻ പോവാനും അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാനും ആളുകളെ പറ്റിയിട്ട് അതും ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കാനൊന്നും നമ്മൾ ഇശാന് ശേഷമുള്ള സമയം എന്ത് ചെയ്യരുത്, ചെലവഴിക്കരുത്. വേണമെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും, അത് നല്ല കാര്യമാണ്, വീട്ടിലുള്ള എല്ലാവരും കൂടെ രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കൂടിയിരുന്നിട്ട് അന്നത്തെ ദിവസം ഒന്ന് അനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. ചില കുടുംബങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ, എനിക്കറിയാം, അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ അറിയാം. രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കും, വാപ്പ, ഉമ്മ, മക്കള്, പേരക്കുട്ടികൾ, എല്ലാവരും വട്ടമേശ സമ്മേളനം നടത്തും. എന്നിട്ട് അന്നത്തെ ദിവസം ചെയ്ത നന്മകളും വന്നുപോയ തെറ്റുകളൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞ് ഒരു ഒരു സൗഹാർദ്ദം, ഒരു കൂട്ടായ്മ, ഒരു ഒത്തൊരുമ ഒക്കെ ഉണ്ടാവുന്ന ഒരു നല്ല സംഭവമാണ്. എല്ലാവരും നല്ല സ്നേഹം പങ്കിട്ടുകൊണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രം എടുത്തിട്ട് അതിങ്ങനെ രാത്രി മുഴുവനും നീണ്ടു പോവാന്നുള്ളതല്ല. അങ്ങനെ കൂടിയാൽ തന്നെ അതിനൊരു സമയം നിശ്ചയിച്ച് എന്ത് ചെയ്യുക, ആ രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആരോഗ്യം, ഒഴിവ് സമയം, ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല അമലുകൾ ചെയ്ത് ജീവിതത്തിൽ വിജയിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏകദേശം നമ്മുടെ സമയം ആയിട്ടുണ്ട്. ഇപ്പൊ ഇനി ഒരു 4 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഈ സൂം കട്ടാവും. അപ്പൊ ഇനി ആരും കയറണ്ട. പക്ഷെ അടുത്ത ആഴ്ച നമുക്ക് നല്ലതുപോലെ എന്ത് ചെയ്യാം, നല്ല നല്ല വിഷയങ്ങളിൽ സംസാരിക്കാം. ഓക്കെ. അപ്പോ ഒരുപാട് സമയങ്ങൾ പറയുന്നതിലല്ല, 10 മിനിറ്റ് ആണെങ്കിലും അരമണിക്കൂറാണെങ്കിലും 5 മിനിറ്റ് ആണെങ്കിലും നമുക്ക് കിട്ടിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അറിവ് അറിവായിട്ട് മാറുന്നത്. ആ അറിവ് യഥാർത്ഥ അറിവായിട്ട് മാറുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് ഇന്ന് രണ്ട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പല ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏത്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, തെറ്റുകളെ പറ്റിയിട്ട് ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കണം. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി തുടങ്ങണം. എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് നോക്കി തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് മനസ്സിലാകുക എന്ന് പറയുമ്പോൾ പലതും കത്തിയിട്ടുള്ള ആളുകളുണ്ടാവും. ആ കത്തിയതിനെ ഇങ്ങനെ കെടാതെ മുന്നോട്ട് കൊണ്ടുപോകണം ഓരോ ദിവസം. കത്തിയതിനെ പിന്നെ കെടുത്തരുത്. ഒരു സ്പാർക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്പാർക്കിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ. നമ്മുടെ ജീവിതത്തിലുടനീളം ആ ഒരു കത്തൽ നിലനിർത്തി നിലനിർത്തി അത് കെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ആളുകളുണ്ടാവും. ഉള്ളിലേക്ക് നോക്കി തുടങ്ങണം. മറ്റുള്ള ചുറ്റുമുള്ളവരെ പറ്റിയിട്ട് ചിന്തിക്കാതെ എന്നെ പറ്റിയിട്ട് ചിന്തിക്കണം. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്യുന്നില്ല, എനിക്ക് എത്ര നിസ്കാരം ഒഴിവായി, എനിക്ക് എത്ര നന്മകൾ ഒഴിവായി, ഞാൻ ആരൊക്കെ പറ്റിയിട്ട് കുറ്റങ്ങൾ പറഞ്ഞു, ഞാൻ ആരോടൊക്കെ തെറ്റുകൾ ചെയ്തു. അതെ, യെസ്, അവിടെ അവൻ നിസ്കരിക്കാത്തത് എന്താണ്, അവൻ എന്താണ് അങ്ങനെ പറയണം, അവൻ മറ്റുള്ളവരെ കുറ്റം പറയണം, അവൻ എന്താണ് ആ തെറ്റ് ചെയ്യണം, അവൻ ഈ തെറ്റ് ചെയ്യണം. നോ, ഒരിക്കലും അവനിലേക്കല്ല, നിന്നിലേക്ക് നിന്നിലേക്ക് നമ്മിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങുക. എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവിതത്തെയും മെച്ചപ്പെടുത്താനും നന്നാക്കാനും ആവശ്യമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് വന്നു തുടങ്ങുള്ളൂ. അതുപോലെ തന്നെ ആരോഗ്യം, അത് വളരെ പ്രധാനമെന്ന് പറഞ്ഞു. ആരോഗ്യമുള്ള സമയത്ത് ഒരുപാട് അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. സുന്നത്തുകളൊക്കെ എടുക്കണം. ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ ഈ ആരോഗ്യമുള്ള സമയത്ത് എല്ലാ സുന്നത്തുകളും എടുക്കണം. വയസ്സായി കഴിയുമ്പോൾ എല്ലാ സുന്നത്തുകൾ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് സമയത്താണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് നമുക്കറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒഴിവ് സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്ലാൻ യുവർ ഡേ. നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ പ്ലാൻ ചെയ്യണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് ചെയ്യുന്നു,
നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദിവസം ചെയ്യാനുള്ളത് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒഴിവ് സമയങ്ങളെയും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കേട്ട, പഠിച്ച, അറിഞ്ഞ ഇൽമുകളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഇഹപരലോക ജീവിതങ്ങളെ വിജയപ്രദമാക്കി തീർക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ, വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ദുആ ചെയ്യും. നിങ്ങളും അടുത്ത ആഴ്ച ഉണ്ടാവണം. ഈ ആഴ്ച നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ടു, അതുകൊണ്ടാണ് കുറച്ച് വൈകിയത്. ഇൻഷാ അള്ളാ അടുത്ത ആഴ്ച എല്ലാവരും നേരത്തെ തന്നെ ഒരു 6 മണിക്കല്ലേ നമ്മൾ സാധാരണ തുടങ്ങുക, ആ സമയത്ത് തന്നെ എല്ലാവരും ഉണ്ടാവണം. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മൾ കേട്ടതിനെ അള്ളാഹു കബൂലാക്കട്ടെ, ജീവിതത്തിൽ പകർത്താൻ കഴിയട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.